എനിക്ക് ബെറ്റർ ആയിട്ട് ഒരു ലൈഫ് തോന്നിയിട്ടുള്ളത് സിറ്റി ലൈഫ്. ആരും ജഡ്ജ് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ നാട്ടിൻപുറത്ത് പോയി അത് പ്രാക്ടിക്കലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പോലെ ഇഷ്ടമല്ല ചെയ്തോ എന്നുള്ള രീതി ഇതുവരെയായിട്ടും എന്നോട് ഒരു കാര്യം റെസ്ട്രിക്ട് ചെയ്ത്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഹായ്, ഇന്ന് ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. അപ്പം ദിസ് ഈസ് ട്യൂസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങള് സൺഡേ വന്നു. രാവിലെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ലോഗ് എടുക്കാം. കണ്ടോ ഇതാ പരിപാടി, തുപ്പൊന്നും കണ്ടോ? ദോശ എൻ്റെ കൂടെ ഇരുന്ന് ഇച്ചിരി ഒന്ന് കഴിച്ചതേ ഉള്ളൂ, പക്ഷെ കൂടുതലൊന്നും കഴിച്ചില്ല. ഉണ്ട് എല്ലാവരും വഴക്കും പറയും. നമ്മുടെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, അവര് വഴക്കും പറയും കുഞ്ഞിനെ. കഴിച്ചില്ലേ വഴക്കും പറയും. കഴിക്കാൻ ഭയങ്കര പാടാ. പിന്നെ എന്തൊക്കെയാ എന്റെ വിശേഷം? ഇടയ്ക്ക് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഞങ്ങള് ഓണം ആകുമ്പം വീണ്ടും ഇവിടത്തെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെപ്റ്റംബർ 3rd വീക്കിലൊക്കെ വരത്തുള്ളൂ. കാരണം സച്ചിക്ക് ഒരു ചെറിയ എക്സാം ഒക്കെ ഉണ്ട്. അപ്പം വർക്ക് ഫ്രം ഹോം ആണ് ഒന്നാമത്, പിന്നെ എക്സാംസും ഓൺലൈൻ ആണ്, പഠിക്കാനും എടുക്കാനും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. പിന്നെ സെപ്റ്റംബർ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആണ്, ആ സമയമാകുമ്പോൾ വരും. അതുപോലെ 21st സച്ചിയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് അതിനും കൂടെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. വോയിസ് ഓവറിനേക്കാളും എനിക്ക് തോന്നുന്നു ഇഷ്ടം അല്ലാത്ത റീൽസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ചില മോം റിലേറ്റഡ് കണ്ടന്റ്സ് ഞാൻ ഇടുമ്പോൾ അവർ നല്ല റെസ്പോൺസ് ഉണ്ട്, എനിക്ക് കോമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നീവ ഹായ് പറഞ്ഞ എല്ലാവർക്കും. ഹായ് പറഞ്ഞ, സേ ഹായ്. നീ കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടി. ഞാൻ എന്നും തുടയ്ക്കും, എനിക്ക് തറ എന്നും തുടയ്ക്കണം. കാരണം കുഞ്ഞിവിടെ ഇങ്ങനെ ഓടി നടക്കുന്നതല്ലേ. പിന്നെ അപ്പം കുക്കിംഗ് ഒക്കെ മമ്മി തന്നെ ചെയ്തോളൂ. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് കൂടുതലൊന്നും വേണ്ടല്ലോ. ആൻഡ് കുഞ്ഞിനുള്ള ഫുഡും കുഞ്ഞിന്റെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ നോക്കുന്നത് ഇവിടെ. അപ്പോൾ ഇനി കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് തുണി കുറച്ച് നനയ്ക്കാനുള്ളത്. ഞാൻ ഇന്നലെ നനച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഇവിടെ ഒക്കെ ഒന്ന് തുടയ്ക്കണം. എനിക്കെന്നും തുടയ്ക്കണം, രാവിലെയും വൈകിട്ടും തുടച്ചാലേ ഒരു സമാധാനം ഉള്ളൂ. ചെറിയ OCD പ്രശ്നം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തുണി ഇന്നലെ നനച്ചത് ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങി കിട്ടിയ വെളുത്തോട്ടിട്ടുണ്ട്, അതങ്ങ് ഉണങ്ങി കിട്ടിയ ഉണങ്ങി കാണും. ഇപ്പൊ ഇനി അത് ഈ കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ട് അതിങ്ങനെ വെച്ചിട്ട് എല്ലാം ഒന്നും മടക്കി വെക്കണം. ഞങ്ങൾ ട്രിവാൻഡ്രം, ഞങ്ങളിത് ശാസ്തമംഗലമാണ്. രാവിലെ തൊട്ട് ഇപ്പൊ എത്ര വട്ടമായെന്നറിയാമോ ഹെലികോപ്റ്റർ ഏതാണ്ട് പോവാണ്. എന്തോ സൗണ്ട് എന്നറിയാം. ഞാൻ പോയി നോക്കാം എവിടെ പക്ഷെ ഞാൻ തിരിട്ട് കണ്ടില്ല, വേറെ സൈഡിൽ കൂടാന്ന് തോന്നുന്നു പോകുന്നത്. പക്ഷെ ഭയങ്കര സൗണ്ട്, നല്ല താന്നാണ് പോകുന്നത്, അതിന് നല്ല സൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ 1.5 വയസ്സിലെ ഒരു വാക്സിൻ ഞങ്ങളാണെങ്കിൽ ടൈഫോയിഡ് ആണെന്ന് തോന്നുന്നു എടുത്തിട്ട് അതിന്റെ 2nd ഡോസ് ഇനിയും കൊടുക്കാനുണ്ട്. അല്ലാതെ 1.5 വയസ്സിൽ അല്ലാതെ കുറെ ഉണ്ടല്ലോ, ഇനി അതും എടുക്കണം. എല്ലാം ഒരു ദിവസം എടുക്കണം. ഞങ്ങൾ മറ്റതെല്ലാം പ്രൈവറ്റ് അല്ല, ടൈഫോയിഡ് ഈ ഗവൺമെന്റ് കിട്ടാത്തത് കൊണ്ട് പ്രൈവറ്റിലും എടുക്കും, പിന്നെ മറ്റതെല്ലാം ഗവൺമെന്റിലുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ടൈഫോയിഡ് ഒന്നും നമുക്ക് ഗവൺമെന്റിൽ ഇല്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് അതിന്റെ 2nd ഡോസ് ഇപ്പൊ ഓഗസ്റ്റ് 3rd വീക്കിൽ ഡ്യൂ ആവുകയാണ്. അപ്പൊ ഇത് എടുക്കുവാണെങ്കിൽ നമ്മൾ എല്ലാം ഒരു ദിവസം എടുക്കണം, ഈ വാക്സിൻസ് എല്ലാം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് ഭയങ്കര പാടാ. സച്ചിക്ക് ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റില് വെനസ്ഡേ ആണെന്ന് തോന്നുന്നു വാക്സിനേഷന്റെ. സച്ചിക്ക് ഇപ്പൊ ലീവ് ഒക്കെ എടുക്കണം, കുറച്ച് പാടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സാറ്റർഡേ വെള്ളം പോയി പ്രൈവറ്റിൽ നിന്ന് ടൈഫോയിഡിന്റെ വാക്സിൻ എടുത്തിട്ട് 1 മന്ത് കഴിഞ്ഞിട്ട് ഗവൺമെന്റിൽ പോയി കുഞ്ഞിന്റെ ബാക്കിയുള്ളത് ഹെൽത്തിലെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ പറയുന്നത് കേട്ടു സാറ്റർഡേ എന്തോ അവരുടെ ജിമ്മിലെ ഓണ പ്രോഗ്രാം ആണെന്ന്. അപ്പൊ അറിഞ്ഞുകൂടാ, എന്തായാലും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വല്ലതും എടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കണ്ടേ, ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ മഴയത്ത് അപ്പുറത്തെ വസ്തുവിലെ മതിലിടിഞ്ഞ് വീണു. അപ്പൊ അവരിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ മഴയത്തില്ലേ അപ്പുറത്തെ ആ മതിലാണെങ്കിൽ എനിക്കൊന്നും നല്ല പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് മറിഞ്ഞു വീണ്. അപ്പൊ അവരിപ്പം അത് വേറെ കെട്ടാനുള്ള ഇതിലാണ്. പക്ഷെ നമ്മുടെ ഇവിടോട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളുടെ മതിലിലോട്ട് വീണൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തോത്തിനെ കാണിക്കുന്നതല്ലേ, ലോങ് വീഡിയോസും കൂടി ഇട്ടാലേ കാര്യമുള്ളൂ. അതെല്ലാം ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്ത് നോക്കി ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നു, അത്രയല്ലേ കേട്ടോ.
അയ്യോ അല്ലെങ്കിൽ എൻ്റെ പുറത്ത് പോകുന്ന ഡ്രസ്സസ് ഞാനാണെങ്കിൽ കൂടുതലും എനിക്ക് ടീഷർട്സ് ഒക്കെയാണ്. അതൊക്കെ ഞാനിങ്ങനെ ഹാങ് ചെയ്ത് വീട്ടിലിടുന്നത് ഞാൻ ഇതിന്റെ തൊട്ടടിയിലാണ് വെക്കുന്നത്. ഇതെല്ലാം മെസ്സായി കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ഇന്നലെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇത് കുഞ്ഞിന്റെ കമ്പാർട്ട്മെന്റ്. കുഞ്ഞിന്റെ വീട്ടിലിടുന്നതൊക്കെ ഇവിടെ വെക്കും. പുറത്ത് കൊണ്ടുവന്നതൊക്കെ ഇപ്പുറത്തെ സെക്ഷനിലാണ് വെക്കുന്നത്. എൻ്റെ ഇവിടെ വെക്കും. പിന്നെ ഞങ്ങള് കുഞ്ഞിന് ഓണത്തിന് ഉള്ള ഡ്രസ്സസ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് അവളുടെ ഡാഡ എടുത്തതാണ് കേട്ടോ. ഇത് നമ്മളെപ്പോഴും പൊനിമോയുടെ ലുലുവിൽ പോയാൽ നോക്കിയാൽ മതി. പൊനിമോയുടെ ബ്രാൻഡ് ഉണ്ട്. അത് നല്ലതാണ്. നല്ല നല്ല ഡ്രസ്സാണ്. നല്ല സോഫ്റ്റ് ആണ്. ഇവർക്ക് ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങള് പൊനിമോന്റെ എടുത്തേക്കുന്നത്. നല്ലൊരു ക്യൂട്ട് ഡ്രസ്സാണ് കേട്ടോ ഓണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ആക്ച്വലി ആന്റി, ഇതല്ല വേറൊരെണ്ണമാണ്. അത് ഇരിപ്പുണ്ട്. ആന്റി ആർക്കെ വെഡിങ് മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ആന്റി എടുത്തത് 24 സൈസ് എങ്ങാണ്ടായിരുന്നു. അത് ഭയങ്കര വലുപ്പമായി പോയി. ഒക്കെ 20, 22 ഒക്കെ മതി. അപ്പൊ ഞങ്ങളത് മാറാൻ ചെന്നപ്പോ അതിന്റെ ടാഗ് അവര് തന്നെയാണ് മാറ്റിയത്. പക്ഷെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എന്തോ ആന്റിയൊക്കെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു, അറിഞ്ഞുകൂടെ. പിന്നെ ഞങ്ങൾ അപ്പം അത് മാറ്റിയിട്ട് ഇതെടുത്തു. ഇതാകുമ്പം കെട്ടൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എത്ര വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓരോ ഓണത്തിന് ഇത് വിടാം, വീട്ടിലെ ഓണത്തിന് അത് വിടാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരെണ്ണം ഇനി വലിയൊരു സൈസ് 24 സൈസിന്റെ ഒരെണ്ണം കൂടി ഇരിക്കുന്നു. അതിനി അടുത്ത വർഷം വല്ലതും ഇടാനേ പറ്റുള്ളൂ. വലുതാണ്, കുറച്ച് വലുപ്പമുണ്ട്. ഈ മോക്ക് നല്ല കേട്ടോ, നല്ല മൈക്രോ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഈ പൊടിയും ഹെയറും എല്ലാം ഇങ്ങനെ പോരും. അല്ലാതെ ചില ഈ മോപ്പ് വെച്ച് തുടച്ചാലേ അവിടെ തന്നെ ഈ ഹെയർ എല്ലാം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതാണ് അവസ്ഥ. ഞാൻ ചിലപ്പോ ഇങ്ങനെ എടുത്തോണ്ട് നടന്നു വേണം. നമ്മൾ വിചാരിക്കും ഈ ഇതിന്റെ ഓരോ റിലേറ്റബിൾ കണ്ടന്റ് ചിലപ്പോൾ ചുമ്മാ കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാന്ന് വിചാരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഇതുപോലെ എടുത്തിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കീഴിൽ മാറൂല. അപ്പൊ ഇതുപോലെ തുണി എടുത്ത് കഴിഞ്ഞു. തറയൊക്കെ ഒന്ന് തുടച്ചു. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ബൈക്ക് എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നിട്ടോ. എനിക്ക് ട്രൈപോഡും പുള്ളിയാണ് വാങ്ങിച്ചു തന്നത്. നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ. നിങ്ങളെ പോലെ നല്ല സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ല ചെയ്തോ എന്നുള്ള ഒരു ഇതാണ്. ഇതുവരെയായിട്ടും എന്നോട് ഒരു കാര്യം റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. എന്റെ ഹെയർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു. മാരേജിന്റെ ഫോട്ടോസിലൊക്കെ നോക്കിയാൽ അറിയാം. അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിലെ ഹെയർ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണ്. ഞാൻ സ്ട്രെയിറ്റും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എന്റെ നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പം എന്താ പറയാ, ഞാനത് മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് മുന്നേ സത്യം പറഞ്ഞാൽ ഞാൻ 12th തൊട്ടേ എന്റെ ഷോർട്ട് ഹെയർ ആയിരുന്നു. ഞാൻ അങ്ങനെ 12th ടൈമിൽ ഞാൻ ഷോർട്ട് ആക്കിയത്. പിന്നെ ഫുൾ എനിക്ക് ഷോർട്ട് ആയിരുന്നു. പിന്നെ ഞാൻ ലെങ്ത് ആവുന്നതെന്ന് വെച്ചാൽ കോവിഡിന്റെ ഒക്കെ ടൈം ആയപ്പോൾ എന്താ പറ്റിയെന്നറിയാം, പുറത്തൊന്നും പോകാൻ പറ്റാതായപ്പം പിന്നെ കുറെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു തുടങ്ങി. ജിഞ്ചറൊക്കെ ഇട്ടുള്ള വെള്ളം, പിന്നെ ആണെങ്കിൽ കഞ്ഞിവെള്ളം, അലോവേര, ഉലുവ, ഇതെല്ലാം ഒത്തിരി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ചെയ്തപ്പോൾ ഓൾറെഡി ഹെയർ ഉണ്ട്. പിന്നെ അത് അങ്ങ് നല്ല പെട്ടെന്ന് ഒത്തിരി വളർന്നു. പിന്നെ മാരേജ് ഒക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വെട്ടിയില്ല, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വിഗൊന്നും വെക്കേണ്ട വന്നില്ല. എൻ്റെ ഹെയർ തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഞാൻ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ വന്നപ്പോൾ ഇവിടെ കിണർ വെള്ളമല്ല, പൈപ്പ് വെള്ളമാണ്. പിന്നെ ക്ലോറിനൊക്കെയാണ്. അത് എൻ്റെ ഹെയറിന്റെ ടെക്സ്ചർ ഒത്തിരി മാറ്റി. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എൻ്റെ ഹെയർ, കുറച്ച് ഹാർഡൊക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് കട്ട് ചെയ്യണം. പിന്നെ ഞാൻ കട്ട് ചെയ്തു. ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല. ചിലവർക്കുണ്ടല്ലോ പ്രശ്നമുണ്ട്. നമ്മൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. ഇടാം, ഷോർട്ട്സ് ഇടാം, എന്താ വേണമെങ്കിലും ഇടാം. നമ്മളുടെ നാട്ടിൻപുറം പോലെ അല്ലല്ലോ സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ ആരെയും കെയർ ചെയ്യില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അവരിപ്പോ മറ്റുള്ള വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർ നോക്കിയിരിക്കല്ല. അവർക്ക് അവരുടെ ലൈഫ് തന്നെ ബിസിയാണ്. അപ്പം അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. അല്ലാതെ മറ്റൊരു വീട്ടിലോട്ട് കണ്ണു നോക്കി അവിടെ ആരെന്താ വരുന്നു പോകുന്നു, അല്ലെങ്കിൽ ആരെന്ത് ഇടുന്നു, എവിടെ പോകുന്നു, എവിടെ വരുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കാനുള്ളതാണ് നാട്ടിൻപുറത്തെ ആൾക്കാരുടെ പരിപാടി. പക്ഷെ സിറ്റിയിൽ അങ്ങനെയല്ല. അവരവരുടെ ലൈഫ് ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത്. അല്ലാതെ അപ്പുറത്ത് ആര് വരുന്നു, അവരെന്തിടുന്നു എന്ന് വിചാരിച്ച് നടക്കുമല്ല. കാരണം എനിക്ക് ഒത്തിരി ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് നമ്മളുടെ അവിടെ തന്നെയാണ്. നാട്ടിലെ ചർച്ചിലൊക്കെ ചെന്നാലും ഈ ആന്റിമാരുടെ ഒരു നോട്ടമൊക്കെ ആണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുവോ, അല്ലെങ്കിൽ നമ്മളൊരു ഹാഫ് സ്ലീവ് ഇടുവോ, അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടാൽ പോലും അവരുടെയൊക്കെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നോക്കി മാറി നിന്ന് സംസാരിക്കുന്നൊക്കെയാണ്. പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ സിറ്റിയിൽ നമ്മളുടെ ഒരു ചർച്ചിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ എഡ്യൂക്കേഷൻ്റെ ആണോ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമൊക്കെ ഭയങ്കര നീറ്റാണ്. അവർ നമ്മളെ വല്ലാണ്ട് നോക്കുവോ. അവരെന്തിനാണ് പള്ളി വരുന്നത്? പ്രാർത്ഥിക്കാൻ.
പ്രാർത്ഥിക്കുക, പോകുക. അല്ലാണ്ട് ആരെപ്പറ്റിയും വരുന്നവരെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലോ അവരുടെ മേക്കപ്പോ ഇതൊന്നും നോക്കി അവരെ ജഡ്ജ് ചെയ്യൂല ആൾക്കാര്. അവര് വരിക, പ്രാർത്ഥിക്കുക, പോകുക. നമ്മളെ കണ്ടാൽ നമ്മൾ അറിയാവുന്നവരാണെങ്കിൽ അവർ നമ്മളോട് വന്ന് സംസാരിക്കും, ചിരിക്കും, പോകും. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്ത് അങ്ങനെയല്ല. അയ്യോ, പിന്നെ ഭയങ്കര ജഡ്ജിങ് ആണ്. ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവുന്നു. ഇത്രയൊക്കെ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്ക് പറഞ്ഞു തന്നത്. എനിക്ക് ബെറ്റർ ആയിട്ടൊരു ലൈഫ് തോന്നിയിട്ടുള്ളത് സിറ്റി ലൈഫ് തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആൾക്കാരില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഏത് രീതി വഴി നടക്കാം. പക്ഷെ നമ്മളാരും ജഡ്ജ് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും ഇഷ്ടമുള്ള പോലെ നടക്കാനും പറ്റുന്നത് ഓഫ് കോഴ്സ് സിറ്റി ലൈഫാണ്. നല്ല കാര്യങ്ങളും ഉണ്ട്, ചീത്ത കാര്യങ്ങളും ഉണ്ട്. അത് എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം, പിന്നെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഫ്രീഡം ഓഫ് വെയർ ഉണ്ട്, ഫ്രീഡം ഓഫ് ടു ടോക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് എല്ലാത്തിനുമുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ നമുക്കത് ഒരിക്കലും ഒരു നാട്ടിൻപുറത്ത് പോയി അത് പ്രാക്ടിക്കൽ ആവില്ല. പക്ഷെ സിറ്റിയിലാണെങ്കിൽ ആരും ആരെയും കേടല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുക, ജീവിക്കുക. അതൊരു ബെറ്ററാണ്. കാരണം നമ്മൾ എന്തിനാ മറ്റുള്ളവരെ നോക്കി നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? നമ്മളെ തന്നെ ജഡ്ജ് ചെയ്ത് നമുക്കുള്ള പ്രശ്നങ്ങൾ മാറ്റി ബെറ്റർ ആവാനാണ് നോക്കേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? ഇല്ല. നമ്മൾ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ചിട്ടായിരിക്കും മറ്റൊരാളുടെ എന്തെങ്കിലും ചെറിയൊരു കുറ്റമാണെങ്കിൽ പോലും അത് പെരുപ്പിച്ച് കാണിക്കുന്ന ആൾക്കാരാണ്. മനുഷ്യരാണ്, ശരിയാണ്. പക്ഷെ നമ്മൾ ഇമ്പ്രൂവ് ആക്കാൻ നോക്കണം. നമ്മളെ ഇമ്പ്രൂവ് ആക്കിയാലേ വേറൊരാളെ നമുക്ക് അതുപോലെ ആക്കാൻ പറ്റുള്ളൂ. ഹായ് പറഞ്ഞേ. ഹായ്, നല്ല കൂടെ അടങ്ങിയ ഹായ് ഒക്കെ പറയട്ടോ. ചിലപ്പോൾ ചുമ്മാ ഞാനിങ്ങനെ ക്യാമറ എടുത്ത് വെച്ച് വേറെ എന്തെങ്കിലും റീൽസിനൊക്കെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ വന്നിരുന്ന് ഹായ് എന്നൊക്കെ പറയുന്നേക്കാം. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തമ്മ. ഓ, നല്ല മൂടാ. ഒരു ഐ ലവ് യു പറയോ? ഐ ലവ് യുന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കഴിച്ചോന്ന് ചോദിച്ചു. കഴിച്ചോ? താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. അത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ തൊട്ട് ഞങ്ങൾ ഇപ്പൊ എനിക്കായിട്ട് സെർച്ച് ചാനൽ എന്ത് തരുവാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്താലും താങ്ക് യു പറയുവേ. അത് കേട്ടിട്ടാണോ എന്നറിയില്ല. അവൾ തന്നെ പറഞ്ഞു തുടങ്ങിയതാ. ഞങ്ങളുടെ ഓരോ സാധനം വാങ്ങുമ്പോഴും ഞങ്ങൾക്ക് കൊണ്ട് തരുമ്പോഴും താങ്ക് യു പറയും. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. കാരണം കുഞ്ഞു പിള്ളേർ നമ്മളെ കണ്ടാ പഠിക്കുന്നതെന്നാ പറയുന്നത് സത്യം. പക്ഷെ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് പഠിക്കും, ചീത്ത ചെയ്താൽ ചീത്ത പഠിക്കും. ഞാനല്ലേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ നമ്മളിങ്ങനെ നോക്കി നോട്ടീസ് ചെയ്യും അവര്. അങ്ങനെയല്ലേ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനിയും വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോയി. ഇപ്പൊ തന്നെ എനിക്കത് ഒത്തിരി ലെങ്ത് ആയി പോയിട്ടുണ്ട്. ഇത് ആര് കാണുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് കുറച്ച് കണ്ടിട്ടാണ് ആൾക്കാരെ സ്കിപ്പ് ചെയ്തു പോകുമായിരിക്കും, എനിക്കറിയില്ല. എന്നെ കാണുന്ന കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇവിടെ വലിയ എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല. കൂടുതൽ എഡിറ്റിങ്ങോ ഭയങ്കര ലൈറ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല. നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഈ മൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങിച്ചു തന്നത്, സത്യം പറഞ്ഞാൽ ആദ്യം എന്റെ ട്രൈപോഡ് എന്ന് പറഞ്ഞാല് ഇത് ആ വിൻഡോ ഉണ്ടല്ലോ, അയ്യോ ആ വിൻഡോയില് ഞാനാണെങ്കിൽ ഒരു എന്റെ ഡ്രസ്സിനൊക്കെ ഉണ്ടല്ലോ ഈ പാവാടവള്ളി എന്നൊക്കെ പറയാം, സത്യം അതല്ല, നമ്മളുടെ ഈ 3/4 കാണുമല്ലോ, ഒരു വള്ളി കാണുമല്ലോ. അപ്പം എലാസ്റ്റിക്കും കാണും വള്ളിയും കാണും. പക്ഷെ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് വള്ളി ഇടേണ്ട കാര്യമില്ല. എലാസ്റ്റിക് വലിഞ്ഞു പോയാലാണല്ലോ ആ വള്ളി യൂസ് ചെയ്യുന്നത്. ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ സ്പൈഡർ വെബ് പോലെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഞാൻ റീൽസ് ഒക്കെ എടുക്കുന്നത്. ഈ എന്തെങ്കിലും സംസാരിക്കാനുള്ളതും ഒക്കെ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒക്കെ പോകുന്ന സ്റ്റാൻഡൊക്കെ ചെയ്ത് വെച്ചിട്ട് കുപ്പിയിലും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് കണ്ടിട്ടായിരിക്കണം പുള്ളി എനിക്ക് പതുക്കെ എനിക്കൊരു ട്രൈപോഡ് വാങ്ങിച്ചു തന്നു. സച്ചി എൻ്റെ ഹസ്ബൻഡ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഈ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഞാനിങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ വോയിസ് ഓവറിനകത്ത് എൻ്റെ സൗണ്ട് അത്ര ക്ലാരിറ്റി ഇല്ലെന്നോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മൈക്ക് ഓർഡർ ചെയ്ത് തന്നു. അതാണ് ഈ മൈക്ക്. ഞാൻ പറഞ്ഞതല്ല, എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആളെനിക്ക് വാങ്ങിച്ചു. അങ്ങനെ അത് ഞാൻ പറഞ്ഞത്. എൻ്റെ ഇന്നത്തെ കൂടുതൽ എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളോ കൂടുതൽ ലൈറ്റിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു സ്മോൾ കോണ്ടന്റ് ക്രിയേറ്ററിന് വേണ്ട സാധനങ്ങളൊക്കെ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഗോഡ് ബ്ലെസ് യു. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.